നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് മാധ്യമങ്ങളുടെ സർവേ ഫലം പുറത്തു വന്നപ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് ഏശില്ല, അതൊരു കുലുക്കമേ അല്ല എന്നുള്ള രീതിയിലുള്ള ഒരു CPM നമ്മൾ കണ്ടു. പിന്നീട് ഈ എക്സിറ്റ് പോളിന് വേണ്ടി ഒരു കാത്തിരിപ്പായിരുന്നു. ഈ എക്സിറ്റ് പോൾ വന്നപ്പോഴത്തേക്ക് പക്ഷേ ഒരു വലത് തരംഗം, UDFന്റെ തരംഗം എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിക്കുമ്പോൾ ഇപ്പോൾ CPM നേതാക്കൾ അതിലത്ര വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ ചില വേവലാതികൾ, വിറളി പിടിച്ചുള്ള ഒരു ഓട്ടം, MV ഗോവിന്ദൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. എക്സിറ്റ് പോളിലൊന്നും വലിയ കാര്യമില്ല എന്നാണ്. എന്നാൽ പ്രധാന നേതാവിനെ കാണാനില്ല. ഇതുവരെ എവിടെയും ഒരു പ്രതികരണം നടത്തിയതായിട്ട് അറിയുന്നില്ല. മുഹമ്മദ് റിയാസ് മാത്രമാണ് ഈ വിഷയത്തിൽ ഒന്ന് പ്രതികരിച്ചത്. അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് എക്സിറ്റ് പോൾ അത് മാറി മറിയും എന്നൊക്കെയുള്ള വലിയൊരു ശുഭപ്രതീക്ഷ ഇപ്പോഴും അവർ വെച്ചു പുലർത്തുകയാണ്. മുഹമ്മദ് റിയാസ് പറഞ്ഞ എക്സിറ്റ് പോൾ അല്ല എക്സാറ്റ് പോൾ വരട്ടെ എന്നാണ്. MV ഗോവിന്ദന് വലിയ സന്തോഷം. MV ഗോവിന്ദൻ്റെ മാധ്യമ സമ്മേളനം കണ്ട് നമുക്ക് ചിരി വരും. MV ഗോവിന്ദൻ പറഞ്ഞു ഇതാണ് യഥാർത്ഥ ജനവിധി എന്ന്. എക്സിറ്റ് പോളിനെ ഇതുവരെ തള്ളിപ്പറഞ്ഞിരുന്ന CPM പാർട്ടി ഇന്ന് ഗോവിന്ദൻ്റെ നിലപാടിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അവർ എക്സിറ്റ് പോളിനെ അംഗീകരിക്കുകയാണ്. MV ഗോവിന്ദൻ പറഞ്ഞു എക്സിറ്റ് പോൾ വിലയിരുത്തുമ്പോൾ CPMൻ്റെ വിജയമാണ് കാണുന്നത്. CPM കേരളത്തിൽ വിജയിച്ചിരിക്കുന്നു. എക്സിറ്റ് പോൾ പരിശോധിക്കുമ്പോൾ അതാണ് മനസ്സിലാക്കുന്നത്. ഗോവിന്ദൻ്റെ കണക്ക് അവിടെ നിൽക്കട്ടെ. ഗോവിന്ദൻ പറയുന്നത് സത്യമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലെത്തിയിരുന്നു എങ്കിൽ അത് CPMൻ്റെ സമ്പൂർണ്ണ തകർച്ചയ്ക്ക് കാരണമായേനെ. അതാ ഗോവിന്ദൻ പറയുന്നത്. CPMൻ്റെ വിജയമാണിത്. ഈ എക്സിറ്റ് പോളുകൾ CPMൻ്റെ വിജയമാണ് എന്ന് MV ഗോവിന്ദൻ ഇന്ന് പ്രഖ്യാപിച്ചു. പിണറായിയുടെ തോൽവി CPMൻ്റെ വിജയമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ നമുക്കറിയാം MV ഗോവിന്ദനോട് ഒരക്ഷരം ചുണ്ടനക്കരുത് എന്ന് കർക്കശ ഉത്തരവാണ് പിണറായി കൊടുത്തത്. ആദ്യം PK ശ്യാമള MV ഗോവിന്ദൻ്റെ ഭാര്യ തളിപ്പറമ്പിൽ മത്സരിക്കുന്ന ഈ സംഭവത്തിൽ നിരവധി വൈരുദ്ധ്യങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് മുൻപിൽ വിളമ്പി. ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിൽ അത് സ്ത്രീകളോടുള്ള അധിക്ഷേപമായി കരുതില്ലേ എന്നൊക്കെ നിഷ്കളങ്കമായി ഗോവിന്ദൻ ചോദിച്ചു. ഇവിടെ തുല്യത വേണ്ടേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും? അതുകൊണ്ട് ഭാര്യയ്ക്ക് സീറ്റ് നിഷേധിക്കാൻ താൻ കൂട്ടുനിന്നാൽ അത് സ്ത്രീ വിരുദ്ധതയല്ലേ എന്നൊക്കെ ഗോവിന്ദൻ ചോദിച്ചു. അതിൻ്റെ ഗോവിന്ദൻ്റെ ഭാഷയിൽ ആന്തരികാർത്ഥം എടുക്കുമ്പോൾ വളരെ ശരിയാണ്. ഗോവിന്ദനെ സംബന്ധിച്ച് നമുക്കറിയാം, കൂറ്റനാടുന്ന് അപ്പം കൊണ്ടുവരുന്ന ഒരു തിയറി അവതരിപ്പിച്ച അന്ന് മുതൽ അപ്പം ഗോവിന്ദൻ എന്നാണ് അറിയപ്പെടുന്നത്. കേരളയിൽ വരുമ്പോഴും മറ്റേത് പ്രോജക്റ്റ് വരുമ്പോഴും ഗോവിന്ദൻ്റെ അപ്പമാണ് ഏറ്റവും വലിയ ഒരു ചോദ്യചിഹ്നം. പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ ഇത്തരം അപ്പക്കഥയുമായിട്ട് ഇറങ്ങിയാൽ പാർട്ടി നിലംതൊടില്ലെന്ന് പിണറായി വിജയൻ മനസ്സിലായി. കേരളം എന്താണ് കണ്ടത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് കേരളത്തിലെ ഈ സർവ്വമാന ഹോർഡിങ്ങുകൾ ഒരൊറ്റ മുഖം മാത്രമേ ഉള്ളൂ. ഒരു മുഖം, ഒരു പുൾപിക്കർ. അത് പിണറായി വിജയൻ്റെ. അവിടെ ഒരു പാർട്ടി സെക്രട്ടറിയുടെ മുഖമില്ല. അവിടെ ഒരു പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി എന്ന് നോക്കൂത്തിയെ വെച്ചിട്ടുണ്ട്, MA ബേബി. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇല്ല. പാർട്ടി നിരന്തരം പത്രങ്ങളിലും മറ്റ് ചാനലുകളിലുമൊക്കെ പരസ്യം നൽകി. അവിടെ ഒരു ക്യാപ്റ്റൻ മാത്രമേ ഉള്ളൂ. ഏകദേശമൊക്കെ നമ്മൾ ഈ പ്രതിമയിൽ ഉണ്ടാക്കി വെച്ച ഒരു പരുവത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖം ഈ ഫ്ലെക്സ് ബോർഡുകളിൽ വെച്ചിരിക്കുന്നത്. ഇതിനൊരു ജീവൻ സ്ഫുരിക്കുന്നില്ല. ഇവരെല്ലാം കൂടി പണി കൊടുത്തു. പാവത്തിനത് മനസ്സിലായില്ല. കാരണവരാണെങ്കിൽ മെയ് 5-ാം തീയതി പന്തൽ കെട്ടാൻ വരെ ഉത്തരവ് കൊടുത്തിട്ട് നിൽക്കുകയാണ്. മെയ് 4-ാം തീയതിയാണ് വോട്ടെണ്ണൽ. അത് കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ അദ്ദേഹം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഇവിടെ 40 വണ്ടിയുടെ അകമ്പടിയോടെ നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ കരിങ്കൊടി കാട്ടിയവരെ അടിച്ചോടിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പോലീസിൻ്റെ ഈ കിരാത ഭരണം. ജനങ്ങളെ വെല്ലുവിളിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു തോന്നലുണ്ട്, ഇതൊക്കെ മരപ്പൊട്ടന്മാരാണെന്ന്. ഈ സ്വന്തം പാർട്ടിയിലെ അന്തംകമ്മികളായ അടിമക്കണ്ണുകളുണ്ടല്ലോ, അവർക്ക് തുല്യമായി കേരളത്തിലെ സാധാരണ ജനങ്ങളെ അദ്ദേഹം കണ്ടു. അവിടെയാണ് പിണറായി വിജയന് പിഴച്ചത്. പാർട്ടി വേറെ, ജനം വേറെ. ജനം ഒരുപാട് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ. പിണറായി വിജയൻ്റെ ഈ പഴയ ഒരു അടിമ കണ്ണുകളെ വിന്യസിച്ചുകൊണ്ടുള്ള ഒരു ഭരണശൈലിയൊക്കെ ഇനി ജനം അംഗീകരിക്കത്തില്ല. അതിൻ്റെ ഒരു 2020-21 അതിൻ്റെ ഒരു മാലപ്പടക്കം പൊട്ടി അവസാനിച്ചത്. ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ നക്കാപ്പിച്ച് ഇട്ടുകൊടുത്ത അതിക്കൊത്തി വോട്ട് ചെയ്യുന്ന ഒരു ചരിത്രമാണ് നമുക്ക് 2021 തെരഞ്ഞെടുപ്പ് പറഞ്ഞു തരുന്നത്. കാരണം അത് കോവിഡ് കാലം, ഒരു പ്രത്യേക സാഹചര്യം. ജനങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അവർ നോക്കി നിന്നു. കിറ്റും ധനസഹായമൊക്കെ കണ്ട് പിണറായി വിജയനെ കൊടുത്തു. അന്ന് ക്യാപ്റ്റൻ ഉണ്ടായി. പക്ഷേ ഇക്കുറി ആ ക്യാപ്റ്റൻ്റെ ഉഗ്ര മൂർത്തി ഭാവമാണ് നമ്മൾ കണ്ടത്. ക്യാപ്റ്റൻ അങ്ങനെ ഹോർഡിങ്ങുകളിൽ, ക്യാപ്റ്റൻ പാർട്ടിയിൽ, ക്യാപ്റ്റൻ ഭരണത്തിൽ, ക്യാപ്റ്റൻ എല്ലാ തലത്തിലും അങ്ങ് നിറഞ്ഞു നിൽക്കുന്നു. ക്യാപ്റ്റൻ
ഈ 2026 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന് പഴയതുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മയെ പ്രായം ബാധിച്ചു, അദ്ദേഹത്തിൻ്റെ നിത്യ ജീവിതത്തെ പ്രായം ബാധിച്ചു. എങ്കിലും അദ്ദേഹത്തിന് ചുറ്റുമുള്ള അവതാരങ്ങളെല്ലാം കൂടി അവതാരം വാഴ്ത്തിപ്പാടി പിണറായി മഹാനാണെന്നും പിണറായിയെപ്പോലൊരു വലിയ നേതാവിനെ കേരളം കണ്ടിട്ടില്ലെന്നും ഇനി കേരളം കുതിച്ചു പായണമെങ്കിൽ അങ്ങേപ്പോലൊരു വികസന നായകൻ വേണമെന്നും ഒക്കെ പറഞ്ഞങ്ങ് ഹരം പിടിപ്പിച്ചു. അതാണ് ഈ 81-ാം വയസ്സിലും അദ്ദേഹം ഇത്തരമൊരു അബദ്ധം ചെയ്തു കൂട്ടിയത്. അതിൻ്റെ വ്യക്തമാർന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ ഈ എക്സിറ്റ് പോളുകളിൽ നമ്മൾ കാണുന്നത്. ക്ലീൻ മജോറിറ്റി UDF എല്ലാവരും. ആക്സിസ് മൈൻഡൊക്കെ പ്രവചിച്ചിരിക്കുന്നത് 95 സീറ്റ് വരെയൊക്കെയാണ് UDF ഒരു തമ്പിങ് മജോറിറ്റിയിൽ ഈ കുറി വിജയിക്കും എന്നതിൽ സംശയമില്ല. ഒരു വശത്ത് ഇതൊരു യാഥാർത്ഥ്യമായി നിൽക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏറെക്കുറെ ശരിവെക്കുന്ന തലത്തിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്ന മറ്റു പ്രവചനങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ, ഒപ്പീനിയൻ പോളുകൾ, ഇതൊക്കെ ഈ എക്സിറ്റ് പോളുമായി ചേർത്ത് വയ്ക്കുമ്പോൾ ഏറെക്കുറെ ശരിയാണ്. എന്തായാലും ഒരു കാര്യത്തിൽ MP ഗോവിന്ദൻ പറഞ്ഞതുപോലെ നമുക്ക് സന്തോഷിക്കാം. പശ്ചിമ ബംഗാളിൻ്റെ ഒരു സ്ഥിതി CPM-ന് സംഭവിച്ചിട്ടില്ല. അവരിപ്പോഴും അവശേഷിക്കുന്നുണ്ട്. 10-50 സീറ്റുകളിലേക്ക് ഒതുങ്ങി എന്നതുകൊണ്ട് LDF എന്ന സംവിധാനത്തെ, CPM എന്ന പാർട്ടിയെ കേരളത്തിൽ നിന്ന് പിഴുതെറിഞ്ഞു എന്നൊന്നും ഒരു ആത്മാഭിമാനം കൊള്ളാൻ UDF-നോ കോൺഗ്രസിനോ കഴിയില്ല. പകരം അവരിവിടെ ഒക്കെ തന്നെ ഉണ്ട്. ഇനി സ്ലീപ്പർ സെല്ലുകളായി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ CPM ഉണ്ടാകും. ഈ സൂചന തന്നെയാണ് നമ്മൾ എക്സിറ്റ് പോളുകളിൽ കാണുന്നത്. മറുവശത്ത് ഇപ്പോൾ ഗോവിന്ദനിലേക്ക് വീണ്ടും ഒന്ന് വരാം. ഈ ഗോവിന്ദൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം. ഗോവിന്ദനെ സംബന്ധിച്ച് ഇത്തവണ പിണറായി വിജയൻ അധികാരത്തിൽ വന്നാൽ എന്താ കേരളത്തിൽ സംഭവിക്കുന്നത്? എന്നേക്കുമായി ഈ CPM സംവിധാനം കേരളത്തിൽ അസ്തമിച്ചു പോകും. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ ഒരു കോൺഗ്രസ് അഖിലേന്ത്യാ പാർട്ടി എന്നുള്ള നിലയിൽ അതിൽ മറ്റു ചില ഘടകകക്ഷികളുണ്ട്. അങ്ങനെ ഒരു സംവിധാനം, ഒരു ചട്ടക്കൂട് അതിനുണ്ട്. മറുവശത്ത് CPM പശ്ചിമ ബംഗാളിൽ 0-യിൽ എത്തി നിൽക്കുന്നു, വീണ്ടും 0-യിലേക്ക് തന്നെ. ത്രിപുര, മറ്റൊരു സ്ഥലങ്ങളിലുമില്ല. കേരളം എന്നൊരു തുരുത്ത് മാത്രം. ഇതുകൂടി അസ്തമിച്ച് പോകരുതെന്ന് ഈ പാർട്ടിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സഖാക്കൾക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ ഭരണത്തിൽ വന്നാൽ, ഇനി 10-72 സീറ്റ് വാങ്ങി അധികാരത്തിൽ വന്നാൽ ഏറ്റവും ദുഷിച്ച ഭരണമായിരിക്കും ഇനി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതോടെ അവശേഷിക്കുന്ന, അതായത് 99-ൽ നിന്ന് 71-ലോ 72-ലോ എത്തിയാൽ 10-30 സീറ്റിൻ്റെ തോൽവി മാത്രമല്ല, അടുത്ത 5 വർഷം കൊണ്ട് ഈ പാർട്ടിയെ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കും എന്നേക്കുമായി. ആ സ്പേസ് NDA BJP ഒക്കുപ്പ് ചെയ്യും. ഈ ഭയം MP ഗോവിന്ദനിലുണ്ട്. ഈ ഭയം പാർട്ടി നേതാക്കളിലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവരൊക്കെ കൂടി ഇത്തവണ ഈ പാർട്ടിക്ക് ഭരണം പോയി പിണറായി തോറ്റ് പാർട്ടി രക്ഷപ്പെടട്ടെ എന്ന് കരുതിയത്. ഒരു 10 വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്ന് മാറി നിന്ന KK ശൈലജയോ വല്ലതും ഒന്ന് അവതരിപ്പിച്ചിരുന്നു എങ്കിൽ ഒരു ഉറപ്പായിട്ട് LDF കയറി വന്നേനെ. കാരണം ഈ കോൺഗ്രസിൻ്റെ ചപ്പടാത്തിക്കളി ഇതൊക്കെ കണ്ട് ജനങ്ങളങ്ങ് മടുത്തതാണ്. മറ്റ് മന്ത്രിമാർക്കെതിരെ വലിയ അഴിമതി ആരോപണമൊന്നും ഈ പ്രതിപക്ഷം കൊണ്ടുവന്നിട്ടുമില്ല. എല്ലാ ആക്രമണവും പിണറായി വിജയനെതിരാണ്. എല്ലാ ഭരണവിരുദ്ധതയും ഒരൊറ്റ പോയിന്റിലേക്ക്, പിണറായി വിജയനിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതുതന്നെയാണ് നമ്മളിപ്പോൾ ഈ അഭിപ്രായ സർവേകളിൽ കാണുന്നത്. അഭിപ്രായ സർവേകളിലെ ചില കണക്കുകളുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് 60% വോട്ടുകൾ ഇക്കുറി UDF സംവിധാനത്തിലും വീണു എന്നാണ് ആക്സിസ് മൈ ഇന്ത്യ പറയുന്നത്. 60% വലിയൊരു പോളറൈസേഷനാണ്, വലിയൊരു മൂവ്മെൻറ്റാണ്. മുസ്ലിം സമുദായത്തിൽ വലിയ ഏകോപനം, 63% മുസ്ലിം വോട്ടുകൾ UDF-ന് അനുകൂലമായി. നമുക്ക് ഈ 63-60 അത് വലിയൊരു പോളറൈസേഷനാണ്. 2 ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒരുമിച്ച് UDF-ലേക്ക് ചാഞ്ഞിരിക്കുന്നു. 2021-ലെ തെരഞ്ഞെടുപ്പിൽ അന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അന്ന് UDF സംവിധാനത്തിൽ മുസ്ലിം ലീഗ് 2011-16 കാലഘട്ടത്തിൽ പിടിമുറുക്കിയത് മധ്യതിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ സമുദായത്തെ ഏറെ ചൊടിപ്പിച്ചിരുന്നു. അതിൻ്റെ പ്രതിഫലനങ്ങൾ പിന്നീട് നമ്മൾ കണ്ടു. അതിൻ്റെ അലയൊലികൾ 2021-ലും ബാക്കിയുണ്ടായിരുന്നു. കാരണം മുസ്ലിം ലീഗ് UDF-ൽ നിൽക്കുന്നത് കലിപ്പോടെ കണ്ടിരുന്ന ഒരു വിഭാഗം ശക്തമായി ഇടതുപക്ഷത്തെ പിന്തുണച്ചു. പക്ഷേ ആ കാലഘട്ടത്തിൽ 2021-ൽ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിയാൽ മറ്റ് മുസ്ലിം സമുദായത്തെ ഒപ്പം നിർത്താനെന്ന് പിണറായി വിജയന് കഴിഞ്ഞു. 2026-ൽ ആ കളി നടന്നില്ല. ഇതാണ് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം. പിന്നീട് നായർ വിഭാഗത്തിൻ്റെ കണക്കുകൾ ആക്സിസ് മൈ ഇന്ത്യ സൂചിപ്പിക്കുന്നത് LDF-നെ 34% പിന്തുണച്ചു, UDF-നെ 31% പിന്തുണച്ചു, 28% നായർ വിഭാഗം
BJPക്ക് അനുകൂലമായി നിന്നു. അപ്പോൾ നായർ വിഭാഗം 3ആയി വിഘടിക്കുന്നൊരു കാഴ്ചയാണ്. പട്ടികവർഗ വിഭാഗങ്ങളിൽ 57% ഇപ്പോഴും ഇടതുപക്ഷ കേന്ദ്രങ്ങൾക്ക് അനുകൂലമാണ്. ഈഴവ വിഭാഗത്തിൽ 47% ഇടതുപക്ഷത്തിന് CPMന് അനുകൂലമാണ്. അപ്പോൾ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഈഴവ വോട്ടുകളിൽ വലിയൊരു ചോർച്ച ഉണ്ടായി എന്ന് കരുതുക വയ്യ, പട്ടികജാതി വോട്ടുകളിൽ ചോർച്ച ഉണ്ടായി എന്ന് കരുതുക വയ്യ. പക്ഷേ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ വലിയ തോതിൽ LDFന് ഇപ്പോൾ നഷ്ടപ്പെട്ടു. അതാണ് തോൽവിയുടെ ഒരു വലിയ കാരണം. മറുവശത്ത് പിണറായി വിജയൻ്റെ ധാർഷ്ട്യം, ഈ ഭരണകൂട ഒരു ഏകാധിപത്യ പ്രവണത, ഭരണകൂട വിരുദ്ധത ജനങ്ങളിൽ വലിയ തോതിൽ അത് പ്രസരിച്ചു. ചുരുക്കത്തിൽ പല കാരണങ്ങൾ കൊണ്ട് പിണറായി വിജയൻ നിലംപൊത്തുമ്പോൾ മറുവശത്ത് CPM നേതാക്കൾ ചിരിക്കുന്നു. ഇന്ന് AK സെൻറ്ററിൽ എന്തോ ലഡു വിതരണമൊക്കെ നടന്നു എന്ന് കേൾക്കുന്നു. എന്താണ് നമുക്ക് യാഥാർത്ഥ്യം അറിയില്ല. എന്തായാലും അതൊരു പക്ഷേ പിണറായി തോൽക്കുന്നു എന്ന സന്തോഷം തന്നെയായിരിക്കാം. കാരണം അവരൊക്കെ ഭയപ്പെട്ടിരുന്നു, ഇനിയും പിണറായി വരുമോ, ഇനി ഏകാധിപത്യം കാണും. ഇവിടെ പാർട്ടിക്കൊന്നും ഒരു ഇടപെടലും നടക്കില്ലായിരുന്നു ഈ പിണറായി കാലഘട്ടത്തിൽ. ഗോവിന്ദനൊക്കെ ചുമ്മാ പപ്പറ്റായിരുന്നു. മറ്റ് പാർട്ടി നേതാക്കൾക്കൊന്നും ഒരു കാര്യവുമില്ല. പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന് ചുറ്റുമുള്ള പാർശ്വവർത്തികൾ ഇവരൊക്കെ ചേർന്ന ഒരു സംവിധാനം, ഒരു കോക്കസ്, അവരായിരുന്നു ഭരണം നിയന്ത്രിച്ചിരുന്നത്. അതിൻ്റെ ഒരു യൂണിറ്റ് നമുക്കറിയാം, ദുബായിൽ പോലും ഉണ്ട്. ഇതെന്തുകൊണ്ടും ഒരു നല്ല തിരഞ്ഞെടുപ്പ് വിധിയായി പലർക്കും അനുഭവപ്പെടുന്നു, ഗോവിന്ദനും അനുഭവപ്പെടുന്നു. കൃത്യമായ ഒരു ദിശാസൂചികയാണ് ഈ എക്സിറ്റ് പോളുകൾ. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് വന്ന മാധ്യമങ്ങളുടെ സർവേ ഫലങ്ങൾ അത് എടുക്കുമ്പോൾ നമ്മൾ അന്ന് ചർച്ച ചെയ്തിരുന്നു. അതിൽ അത്ര വിശ്വസനീയമായ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, എലിമെൻറ്റ്സ് ഇല്ല. അത് മാധ്യമങ്ങളുടെ ഒരു പൈസ വാങ്ങിയിട്ടുള്ള ഒരു ഇടപാട് മാത്രം. എക്സിറ്റ് പോളിനെ നമുക്ക് എത്രത്തോളം ഈ കാര്യത്തിൽ വിശ്വാസത്തിലെടുക്കാൻ കഴിയും? എക്സിറ്റ് പോളുകൾ മാറി മറിഞ്ഞ ചരിത്രങ്ങളും ഉണ്ടല്ലോ. അല്ല, ഈ തമിഴ്നാട്ടിൽ ആക്സിസ് മൈൻഡിയുടെ ഒക്കെ നമുക്ക് പ്രവചനം കേൾക്കുമ്പോൾ ചെറിയ സംശയം തോന്നും. കാരണം നമുക്കറിയില്ല കേട്ടോ. ഇപ്പോൾ ഏകദേശം 3 ഏജൻസികൾ തമിഴ്നാട്ടിൽ DMK സഖ്യത്തിൻ്റെ തുടർ ഭരണം പ്രവചിക്കുന്നു. 2 ഏജൻസികൾ DMKക്ക് ഭൂരിപക്ഷമില്ല, പക്ഷേ TVക്ക് നമ്മുടെ വിജയുടെ പാർട്ടിയും അണ്ണാ DMK സഖ്യവും ചേരുമ്പോൾ അവർക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടുമെന്ന് 2 പ്രവചനങ്ങൾ പറയുന്നു. മറ്റൊന്ന് വിജയുടെ പാർട്ടി അധികാരത്തിലെത്തുമെന്ന് പ്രവചനം. അതും നിസ്സാരക്കാരല്ല പ്രവചിക്കുന്നത്. അപ്പോൾ ഈ 3 വ്യത്യസ്തമായ പ്രവചന രീതി തമിഴ്നാട്ടിൽ കാണുന്നു. പക്ഷെ ബംഗാളിൽ മറിച്ച് എല്ലാവരും പ്രവചിക്കുന്നത് BJP ഭരണം ഉറപ്പാണ് എന്ന മട്ടിലാണ്. പക്ഷെ കേരളത്തിൽ നമ്മൾ ഒന്നുകൂടി ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് ഒരൊറ്റ സർവേ പോലും, എക്സിറ്റ് പോൾ സർവേ പോലും ഇടതുപക്ഷത്തിന് അനുകൂലമല്ല. ഒരു ക്ലീൻ ട്രെൻഡാണ്. UDFൻ്റെ ഒരു ക്ലീൻ ട്രെൻഡാണ് പ്രവചിച്ചിരിക്കുന്നത് എല്ലാ ഏജൻസികളും. തമിഴ്നാട്ടിൽ വ്യത്യസ്തമായ 3 എക്സിറ്റ് പോൾ ഫലങ്ങളാണ് വന്നിരിക്കുന്നത്. ബംഗാളിൽ പോലും ചെറിയ മാറ്റം ഒരു സർവേയിൽ കാണുന്നു. പക്ഷേ കേരളത്തിലൊന്നുമില്ല. കേരളത്തിൽ ഒരു ട്രെൻഡ് ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ എക്സിറ്റ് പോളുകൾ. ഇതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ വലിയൊരു സുനാമി തന്നെ ഒരു പക്ഷേ സംഭവിക്കാം. 100 സീറ്റ് എന്നൊക്കെ സതീശൻ പറയുന്നത് വെറുതെ ആവില്ല എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. മറുവശത്ത് നമുക്ക് പാർട്ടിയിലേക്ക് വരുമ്പോൾ പാർട്ടിയും ഇത് ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്നു. പാർട്ടി ഇക്കുറി തോറ്റ് പാർട്ടി രക്ഷപ്പെടട്ടെ എന്നാണ് അവരുടെ ആഗ്രഹം. അതിപ്പം ഗോവിന്ദൻ്റെ മുഖത്ത് മാത്രമല്ല, പാർട്ടിയുടെ ഉന്നത നേതാക്കളുടെ മുഖത്തൊക്കെ ആ ഒരു ഭാവമാണ്. MA ബേബി, ഒരു പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി, അദ്ദേഹം എന്ത് പ്രതികരിക്കാത്തത്? പിണറായി വിജയൻ ഒരു പ്രതികരണവും നടത്തുന്നില്ല. ആകെക്കൂടി മുഹമ്മദ് റിയാസിനാണ്. മറുവശത്ത് ക്ലിഫ് ഹൗസിൽ നിന്ന് കഴിക്കോലടക്കം ഊരിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടത്ര ജാഗ്രത പുലർത്തണമെന്നാണ് എതിരാളികൾ പറയുന്നത്. സെക്രട്ടേറിയറ്റിനുള്ളിൽ മന്ത്രിമാർ ഓഫീസുകൾ അടുക്കിപ്പെറുക്കി തുടങ്ങി. ജീവനക്കാരോടെല്ലാം ഏതെങ്കിലും അപകടം പിടിച്ച ഫയലുകളുണ്ടെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ ആലോചിച്ചൊരു തീരുമാനം എടുക്കണം, കത്തിക്കണം എന്ന് തന്നെയാണ് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ തലത്തിലും അടുക്കും പെറുക്കും നടക്കുന്ന ഒരു വശത്ത്, മറുവശത്ത് ഇനി എന്തെങ്കിലും കാലാവർക്കുണ്ടെങ്കിൽ അതിനുള്ള ഓട്ടം. ഉദ്യോഗസ്ഥരോട് തങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ എത്രയും പെട്ടെന്ന്, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് നേരിട്ട് ഇടപെടാൻ പറ്റില്ല, ഉത്തരവൊന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ വാക്കാൽ പറഞ്ഞ് ഉദ്യോഗസ്ഥരെ കൊണ്ട് പടപടാന്ന് ചെയ്യിപ്പിക്കുന്നു. കെട്ടിപ്പെറുക്കി പോകാൻ ഇനി അധിക ദിവസമില്ല. നാളെ ഈ മെയ് 1 അവധിയായിപ്പോയി. പിന്നീട് ശനിയാഴ്ച ഒരു ദിവസമേ ഉള്ളൂ പാക്കിങ്ങിന്. ഇന്നലെയല്ലേ എക്സിറ്റ് പോൾ വൈകിട്ട് വന്നത്. ഞായറാഴ്ചത്തെ ഒരു ദിനം കൂടി കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഒരു 9 മണിയാകുമ്പോൾ തീരുമാനമാവും 2-1. തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് പരക്കം പാച്ചിലുകളായിരിക്കും. പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തേക്ക്, മന്ദിരങ്ങളിൽ നിന്ന് പുറത്തേക്ക്, ക്ലിഫ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഒരു വല്ലാത്തൊരു പതർച്ച എല്ലാ തലങ്ങളിലും ദൃശ്യമാണ്. മറുവശത്ത് ഉദ്യോഗസ്ഥന്മാരൊക്കെയോ
പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഇപ്പം രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ, വി ഡി സതീശൻ്റെ വീട്ടിൽ, KPCC ഓഫീസിന് മുന്നിൽ, കോൺഗ്രസ് നേതാക്കളുടെ അടുക്കൽ എല്ലാം പുതിയ ബാന്ധവം. ഇവർക്കൊന്നും അധികം സമയം വേണ്ട. ഇതെല്ലാം ഈ മഴവിൽ വന്നു പോകുന്നത് പോലെയാണ്. ഇതുവരെ ഇടതുപക്ഷത്തിനൂടെ വന്നു, നേരെ ഇപ്പോൾ മറുവശത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നു. ഇനി ഏറ്റവും കടുപ്പം എന്ന് പറയുന്നത് ഇടതുപക്ഷ സംഘടന, യൂണിയൻ സെക്രട്ടറിമാർ, അതിൻ്റെ ഭാരവാഹികൾ, അവരൊക്കെ വരണ്ട് വല്ലാത്ത അവസ്ഥയിലാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷേ അവർക്കൊന്നും അത്ര പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇവരൊക്കെ ഓരോ വെരട്ടും തട്ടും നടത്തി, ഓരോ ശുപാർശയൊക്കെ നടത്തി അതത് കസേരകളിൽ തുടരും. എന്നാൽ കോൺഗ്രസ് അനുകൂല സംഘടനകൾക്ക് എപ്പോഴും സംഭവിക്കുന്ന, ഇടതുപക്ഷം കയറി കഴിയുമ്പോൾ അവരെ എടുത്ത് കാസർഗോഡോ നേരെ ഓപ്പോസിറ്റ് അടിക്കും. ഇവിടെ അത്രയ്ക്കൊരു ധൈര്യമൊന്നുമില്ല. കാരണം ഒന്നാമതൊരു ശുഷ്കമായിട്ടായിരിക്കും വരുന്നത്. കൂടുതൽ സീറ്റുണ്ടെങ്കിലും ഈ പ്രബലമായ 3 ഗ്രൂപ്പുകൾ ഇപ്പോൾ കോൺഗ്രസിനെ വല്ലാണ്ട് ബുദ്ധിമുട്ടിലാഴ്ത്തുന്നു. പിണറായി വിജയന് കളികളൊക്കെ അറിയാം. ഇത്തരമൊരു തോൽവി കേരളത്തിലെല്ലാവരും നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ച് CPM-ലെ നേതാക്കൾ, CPM അണികൾ. ഇങ്ങനൊരു തോൽവി മുന്നിൽ കാണാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ കേരളത്തിൽ. അത് സാക്ഷാൽ പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് ആ കാരണവർ പന്തലിട്ടോ, സത്യപ്രതിജ്ഞയ്ക്ക് ഒരുക്കങ്ങൾ നടത്തിക്കോ, മന്ത്രിമാരോടൊക്കെ നമ്മൾ ഇനിയും ഒപ്പിട്ട് കളിക്കും എന്നൊക്കെ പറഞ്ഞ് ആവേശം കൊള്ളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എല്ലാം പൊളിഞ്ഞു. ഇവിടെ എല്ലാ എക്സിറ്റ് പോളുകളും പിണറായി വിജയനെതിരാണെങ്കിലും ഒരു എക്സിറ്റ് പോൾ മാത്രം പിണറായിക്ക് അനുകൂലമായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ്റെ എക്സിറ്റ് പോള്. അതിനകത്തിൽ പറയുന്നത് ഭരണം ഉണ്ടാകും, പിണറായി തന്നെ മുഖ്യമന്ത്രിയാകും എന്നാണ് പറയുന്നത്. ഇന്നത്തെ ഇതിനു മുൻപ് വരെ കർക്കശമായി പറയുന്നുണ്ടായിരുന്നു, എത്ര എക്സിറ്റ് പോൾ വന്നിട്ടും കാര്യമില്ല, പിണറായി തന്നെ അധികാരത്തിൽ വരും. പക്ഷേ ഇന്നിപ്പോൾ ഈ വെല്ലുവിളിക്ക് ഒന്ന് മയപ്പെട്ടിട്ടുണ്ട്. പിണറായി തന്നെ അധികാരത്തിൽ വരണം, അതൊരു പക്ഷേ എൻ്റെ ഒരു ആഗ്രഹമായിരിക്കാം എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ എന്നത്തെയും പോലെ വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും വിഷം തുപ്പിയിട്ടുണ്ട്. UDF അധികാരത്തിൽ വരുന്നതിനോട് തനിക്ക് താല്പര്യമില്ല, വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിനോട് താല്പര്യമില്ല. കാരണം ലീഗ് ഇവിടെ ആഭ്യന്തര കസേര ഭരിക്കും, മാറാടുകൾ ആവർത്തിക്കും, അത്തരത്തിലുള്ള ചില വിമർശനങ്ങൾ വെള്ളാപ്പള്ളിയിൽ നിന്നുണ്ടാകുന്നുണ്ട്. പഴയ UDF അല്ല ഇപ്പോഴത്തെ UDF. പണ്ട് വെള്ളാപ്പള്ളിക്ക് ഓശാന ഓടാൻ ഒന്നിലധികം നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടിലിഴിയുന്ന ചില കോൺഗ്രസ് നേതാക്കൾ, അവരൊന്നും ഇന്നില്ല. പ്രത്യേകിച്ച് അടൂർ പ്രകാശ് പോലെയുള്ള കഥാപാത്രങ്ങൾ ഈ MLA-മാരുടെ ലിസ്റ്റിലേ ഇല്ല. അവരൊക്കെ തെറിച്ചു. മറുവശത്ത് എന്താണ്, വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയാൽ ആ മൈക്രോ ഫിനാൻസിങ് എടുത്ത് ദിവസങ്ങൾ മതി വെള്ളാപ്പള്ളിയെ പൂട്ടിക്കെട്ടി അകത്തിടാൻ. വെള്ളാപ്പള്ളിക്ക് പേടിയുണ്ട്. മുസ്ലിം ലീഗ് ഇത്തവണ വെള്ളാപ്പള്ളിയൊന്നും വെറുതെ വിടത്തില്ല. മുസ്ലിം ലീഗ് ശക്തമായ ചില കരുക്കൾ നീക്കും. രമേശ് ചെന്നിത്തലയാണെങ്കിൽ ഒരു പക്ഷേ വെള്ളാപ്പള്ളി തൽക്കാലം അറസ്റ്റിലൊന്നും അകപ്പെടാതെ തട്ടിമുട്ടി കഴിഞ്ഞേക്കും. KC ആണെങ്കിലും അത്യാവശ്യം ഒന്നും നിലനിൽക്കും. പക്ഷേ VD ആണെങ്കിൽ രക്ഷയില്ല. VD ആ പഴയ കലിപ്പൊന്നും മനസ്സിൽ നിന്ന് അങ്ങനെ അത്ര പെട്ടെന്ന് എടുത്തു കളയത്തില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ED എന്തെല്ലാം കേസുകൾ വെള്ളാപ്പള്ളിക്കെതിരെ ഉയർന്നു വന്ന് അതെല്ലാം BDJS എന്നൊരു പ്രസ്ഥാനം ഉണ്ടാക്കി മകനെ നേരെ ഡൽഹിക്ക് വിട്ട് അവരുമായിട്ടൊരു ചങ്ങാത്തത്തിലായി. Z+ കാറ്റഗറി സുരക്ഷയൊക്കെ ഒരുക്കാൻ ശ്രമിച്ച വെള്ളാപ്പള്ളി അവിടെ ഒരു ടൈപ്പ് ഉണ്ടാക്കി വെച്ചു. തിരിച്ച് കേരളത്തിൽ തനിക്കെതിരെ കേസുകളൊന്നും വരാതിരിക്കാൻ പിണറായി വിജയനെ കയ്യിലെടുത്തു. സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ അപ്പോയിൻമെൻറ്റ് നടത്തി പണം ഉണ്ടാക്കി. ഈ 10 വർഷം തടിച്ചു കൊഴുത്തു. ഇനി രക്ഷയില്ല. ഇനി VD ആണെങ്കിൽ കുഴഞ്ഞു, മറ്റവരാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. വെള്ളാപ്പള്ളിയെ സംബന്ധിച്ച് വെള്ളാപ്പള്ളിയുടെ കാര്യം വേറൊന്നുമില്ല. അത് മാത്രമേ ഉള്ളൂ. വെള്ളാപ്പള്ളിയുടെ കാര്യം നോക്കുന്നു. ജനം അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ കൂടെയുള്ള പാവപ്പെട്ട ആ 70 സംഘടനയിൽപ്പെട്ട ആളുകൾ, അവരൊക്കെ വെറും വിഡ്ഢികൾ മാത്രമാണ്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും ഇടതുപക്ഷം അത് അവരുടെ പതനമാണെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ അത് പാർട്ടിക്ക് വിജയിക്കാനുള്ള ഒരു അവസരമാണ്. കാരണം ഉയർന്നു വരാനുള്ള ഒരു അവസരം. അങ്ങനെയാണെങ്കിൽ പിണറായിസത്തിന് ജനം സമാധി കെട്ടിയെന്ന് തന്നെ വ്യക്തമാകും. ഈ ഒരു ഇവർക്ക് തോൽവിയാണെങ്കിൽ ജനം കൂവി ഓടിക്കുന്നതിന് തുല്യമായി പോകില്ലേ? 81-കാരനായ പിണറായി വിജയനെ സംബന്ധിച്ച് തനിക്ക് ശേഷം പ്രളയം. പക്ഷെ ഇപ്പോൾ പിണറായി ഈ ഒരു തോൽവി അദ്ദേഹത്തിന് താങ്ങാൻ എത്രമാത്രം പറ്റുമെന്ന് നമുക്കറിയില്ല. ഈ ഭരണത്തിൻ്റെ ഒരു ത്രസിപ്പിക്കുന്ന രസമുണ്ടല്ലോ, അതിൽ അർമാദിക്കുകയായിരുന്നു പിണറായി. അതുകൊണ്ടാണ് പിണറായിക്ക് ഒരു അസുഖത്തിനും തോൽപ്പിക്കാൻ കഴിയാത്തത്. കാരണം അത്ര ഭരണം അദ്ദേഹത്തെ മത്തുപിടിപ്പിച്ചിരുന്നു. ഭരണത്തിൻ്റെ ഒരു ആസ്വാദനത്തിൽ ഈ ശരീരത്തിലെ ചില ഗ്ലാൻഡുകളൊക്കെ പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. ഭരണം അല്ലെങ്കിൽ അതുപോലെ നമുക്ക് ആകർഷണീയമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇത് അധികാരം അങ്ങ് ആസ്വദിക്കുക. നമ്മൾ ആ ഒരു ആസ്വാദനം മുൻപ് കണ്ടിട്ടുള്ളത് കരുണാകരൻ്റെ കാലഘട്ടത്തിൽ. കരുണാകരനാണ് ചീറിപ്പാഞ്ഞ് നടക്കുന്നു, പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ കൽപ്പിക്കുന്നു, അങ്ങനത്തെ ഒരു രീതി കണ്ടത്. പിന്നീട് വന്ന അച്യുതാനന്ദൻ അത്ര ഒരു അധികാരം ആസ്വദിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടി ആയിരുന്നപ്പോൾ അധികാരം ജനങ്ങളുമായി പങ്കുവെച്ച് അദ്ദേഹം പോയത്.
അതിനു മുമ്പുണ്ടായിരുന്ന AK ആൻ്റണി ആദർശത്തിൻ്റെ പേരിൽ പലപ്പോഴും അധികാരം ആസ്വദിക്കാനൊന്നും കഴിയാതെ വീർപ്പ് മുട്ടിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു ലോകമായിരുന്നു. പക്ഷേ പിണറായി വിജയൻ തികച്ചും വിഭിന്നമായി ഒരു നാട്ടുരാജ്യം പോലെ കേരളത്തെ കണ്ടു. കേന്ദ്രവുമായി ഉടക്കി BJPയെ തടകെട്ടി നിർത്തുന്ന വലിയ സഖ്യപർവ്വതം താനാണ് എന്ന് പിണറായി വിജയൻ ധരിച്ചു. മറുവശത്ത് കേരളത്തിലെ ജനങ്ങൾ എന്നുമെന്നും തന്നെ നായകനായി വാഴ്ത്തിപ്പാടുമെന്നൊക്കെ കരുതി. അവിടെ നിന്നെടുത്ത് പാതാളക്കുഴിയിൽ ഇടുമ്പോഴത്തെ ഒരു അവസ്ഥ, അത് വാസ്തവത്തിൽ നമുക്കും ഒരു സിമ്പതി ഉണ്ട് ആ മനുഷ്യനോട്. കാരണം അത്ര താങ്ങാൻ പറ്റത്തില്ലാത്തൊരു പതനത്തിലേക്കാണ് 4-ാം തീയതി പതിക്കാൻ പോകുന്നത്. ഈ എക്സിറ്റ് പോളുകൾ പറയുന്ന അതാണ്. ഇനി അതല്ല, അതിനൊക്കെ അപ്പുറത്ത് എന്തെങ്കിലും വോട്ട് ഡീലുണ്ടെങ്കിൽ അത് പുറത്ത് നമുക്ക് 4-ാം തീയതി ഒരു രാവിലെ 10-11 മണിക്ക് അറിയാം. ഒന്നും അത്ര എളുപ്പമല്ല. ഇവിടെ 2 ഇസങ്ങളായിരുന്നു. ഒന്ന് പിണറായിസവും പിന്നെ അൻവർ പറഞ്ഞ പോലെ ഒന്ന് മരുമോനിസം. ഇപ്പോൾ ഈ പിണറായിസം വീഴുകയാണെങ്കിൽ പിന്നെ മരുമോനിസത്തിൻ്റെ അവസ്ഥ. അല്ല, പ്രതിപക്ഷ നേതാവാകാൻ മരുമോനേ ഉള്ളൂ. പിന്നെ പക്ഷേ മരുമോന് ആരൊക്കെ ജയിച്ചു വരുമെന്ന് നമുക്കറിയില്ല. 2-3 പാവങ്ങൾ ജയിച്ചു വരാനുണ്ട്. അവരൊക്കെ ഡിസർവ് ചെയ്യുന്നവരുമാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം. പക്ഷേ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായാൽ ഇവിടെ ഒരു ഔദ്യോഗിക വസതി കിട്ടും, വാഹനം കിട്ടും, എസ്കോർട്ട് കിട്ടും. ഇപ്പോൾ എവിടെയെങ്കിലും ചെന്നാൽ മന്ത്രിമാരുടെ പ്രോട്ടോക്കോളുണ്ട്. അതുകൊണ്ട് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായി വിജയൻ കൈവിടും എന്നൊന്നും നമുക്ക് പറയുക വയ്യ. കാരണം ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടിട്ട് അദ്ദേഹം അത് ഏറ്റെടുക്കും. അദ്ദേഹം ഏറ്റെടുത്താൽ സാരമില്ല, മരുമോൻ MLA ആയി ബേപ്പൂരിൽ ജയിച്ചു വരുമെന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരുമിച്ച് താമസിക്കാം. ഇപ്പോൾ ആസ്വദിക്കുന്ന അധികാരത്തിൻ്റെ ഒരു 10-1 പോലും ഇഫക്റ്റ് ഇല്ലെന്നേ ഉള്ളൂ. എങ്കിലും അധികാരത്തിൻ്റെ ഓരം ചേർന്ന് നിൽക്കാമല്ലോ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ. അങ്ങനെ തുടരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇത് തുടരുമെന്നായിരുന്നു CPM-കാരുടെ ആദ്യത്തെ വാചകം. പിന്നീട് ഈ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ളത് അത് നമ്മൾ 2 രീതിയിൽ വ്യാഖ്യാനിച്ചു. ഒന്ന്, LDF അല്ലാതെ വേറെ ആരുണ്ട്. മറ്റൊന്ന് ഒരു ഭീഷണി ലൈനായിരുന്നു, ഞങ്ങളല്ലാതെ വേറെ ആരുണ്ടടാ എന്നുള്ളത്. എന്തായാലും ആരുണ്ടടാ എന്നുള്ളതിന് മെയ് 4-ന് ജനങ്ങൾ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ എക്സിറ്റ് പോളുകൾ ഇടതിനെ വലിച്ചെറിയുമ്പോൾ എന്താണ് ശരിക്കുള്ള ചിത്രം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.